നോച്ചാണ്, ഒരു ബോളിവുഡ് സ്റ്റൈൽ തന്നെയാണ് ഫിലിം ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ഇതൊരു ചെറിയ എനിക്ക് ഒത്തിരി I'm proud of it, and I really thank the directors and the God for giving me an opportunity in this film. അടിപൊളി പടമാണ്, പോയി കാണാം. എൻ്റെ പേര് കൃഷ്ണ വിജയൻ. ഇതിനു മുമ്പ് ഞാൻ ഗരുഡൻ സിനിമയിൽ അഭിനയിച്ചായിരുന്നു, സുരേഷ് എന്ന മോഹനായിട്ട്. അതല്ലാതെ ഞാൻ വിലായത്തിൻ്റെ സിനിമ ചെയ്തു. രാജോട്ടൻ ചെറുപ്പമാണ് ഞാൻ ചെയ്തിരിക്കുന്ന ആ സിനിമയിൽ. ഇതൊക്കെ വരാൻ കിടക്കുന്ന ഒരു തമിഴ് സിനിമയിൽ ചെയ്ത് കോഴിക്കോട് എന്ന് പറഞ്ഞിട്ട് ആൾ ഫെബ്രുവരി റിലീസ് ആവും. അതിൽ ലീഡായിട്ടാണ് അഭിനയിക്കുന്നത്. സഹായിച്ച് കുറേ കാര്യങ്ങളൊക്കെ കിട്ടും. എൻ്റെ ക്യാരക്ടറെ കുറിച്ച് എനിക്കൊന്നും പറയാൻ പറ്റില്ല. സിനിമ തന്നെ കാണണം. എനിക്ക് ആ ഒരു ഞാൻ ബ്രേക്ക് ചെയ്യും. അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നില്ല. നിങ്ങളെല്ലാവരും പോയി കാണാം. ഒത്തിരി സസ്പെൻസ് ഉള്ള സിനിമയാണിത്. അപ്പോൾ കണ്ടു കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ. ഇതിൽ എനിക്ക് തീർച്ചയായിട്ടും വർക്ക് ചെയ്യാൻ പറ്റി. ഈസ് എൻ അമേസിംഗ് പേഴ്സൺ, ഫാൻ ബോയ്. ഐ ലവ് ഹിസ് ആക്ടിങ് ആൻഡ് ആസ് എ പേഴ്സൺ ഓൾസോ പുള്ളിക്കാരൻ അടിപൊളിയാണ്. പുള്ളിക്കാരനും അദ്ദേഹം ഈ പടത്തിൽ ചെയ്ത് വെച്ചിരിക്കുന്നത് nobody else can do it, only he can do it. അങ്ങനെ ഒരു സംഭവമാണ്. എല്ലാവരും ആക്ടിങ് ആണെങ്കിലും എല്ലാവരും അടിപൊളി പെർഫോമൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും പോയി കാണാം. ഞാൻ സിനിമയിൽ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇതിൽ വർക്കുണ്ടായിരുന്ന അത് വിട്ടിട്ട് ഫുൾ ടൈം ഇറങ്ങിയിരിക്കുവാണ്. എങ്ങനെ പോകും എന്ത് പോകുമെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ എല്ലാം ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് സിനിമയുടെ പുറകെ ഇറങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നു. നമുക്ക് പറയുന്ന പോലെ നമ്മളെ തേടി സിനിമ വരില്ലോ, സിനിമയെ തേടി നമ്മൾ തന്നെ പോകണല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിനുള്ള പ്രയത്നത്തിലാണ്. സോ മച്ച്. അടിപൊളിയാണ്, ഭയങ്കര എൻഗേജിങ് ആണ്. സ്റ്റോറിയും കാര്യങ്ങളെല്ലാം അങ്ങനെ ബോറടിക്കാത്ത രീതിയിലാണ് എനിക്ക് അടിപൊളി ചെയ്യാൻ സാധിച്ചത്. സന്തോഷം. ആക്ഷൻ സീക്വൻസ് ലൈഫിലെ അടിപൊളി എൻഗേജിങ് ആണ്. അതെ അതെ. സസ്പെൻസ് ലാസ്റ്റ് വരെ ഡീറ്റെയിൽസ് ആണ്. പിന്നെ ഈ പടം ഒത്തിരി കഷ്ടപ്പെട്ടാണ് ഈ പടത്തിൽ എല്ലാവരും മേക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ റിസൾട്ട്സ് നിങ്ങൾ സ്ക്രീനിൽ കാണാൻ പറ്റും. അപ്പോൾ എല്ലാവരും എന്തായാലും പോയി കാണും, തിയേറ്ററിൽ തന്നെ പോയി കാണും. മ്യൂസിക് വൈസ് ആണെങ്കിലും ആർട്ട് വൈസ് ആണെങ്കിലും ഡയറക്ഷൻ ആയാലും എല്ലാ എലമെൻറ്റും അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്ന ഒരു പടമാണ്. ഇതിൻ്റെ ത്രില്ലർ ആസ്പെക്ട്സ് ഒരു ത്രില്ലർ ആക്ഷൻ പടമാണിത്. അപ്പോൾ സസ്പെൻസ് ഉണ്ട്, നിങ്ങളെ സീറ്റിൽ പിടിച്ചിരുത്തും. അമ്മാതിരി ഒരു പടമാണ്. എനിക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞാൽ ആർക്കൊന്നും മനസ്സിലാവില്ല. പടം കണ്ട് തന്നെ ഇത് മനസ്സിലാവും. തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു പടം. OTT ഇത് വർക്കാവില്ല, ഇപ്പോഴേ പറയും. വർക്കാവും, ബട്ട് എന്നാലും ആ എക്സ്പീരിയൻസ് OTT കിട്ടില്ല. തിയേറ്ററിൽ തന്നെ പോയിരുന്നത് കാണാം. നല്ല സെക്കൻഡ് ഹാഫിലേക്ക് എത്തിപ്പോയി. ഭയങ്കര എൻഗേജിങ് ടോണിയോ സൂപ്പറായിട്ട്. അതായത് ലാസ്റ്റ് ഒരു ഫൈറ്റ് ഇതായിട്ട് നല്ല മെറ്റലായിട്ട് എടുക്കണം. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു സ്ലാബ് കാര്യങ്ങളോ ഷാഫോട്ട് സെക്കൻഡ് ഹാഫ് ഒന്നുവരെ അത് അധികം വിഭജിച്ചിട്ടുണ്ട്. ലാസ്റ്റിലേക്ക് ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ ഭയങ്കര സൂപ്പറായിട്ട് അടിപൊളി പടം.